മറയൂരിന് സമീപം നാച്ചിവയലിൽ നിന്നും ഏതാണ്ട് 4 ചന്ദന മരങ്ങൾ മോഷണം പോകുന്നു. ഈ ചന്ദന മരങ്ങൾ മോഷണം പോയതിന് തൊട്ടു പിന്നാലെ ആ പരിസരത്തുള്ള കുറെ ചെറുപ്പക്കാരെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരാണ് മോഷണം നടത്തിയത് എന്നതിന് ഒരു തെളിവും വനം വകുപ്പിന്റെ കയ്യിലില്ല. വനം വകുപ്പ് അങ്ങ് അവകാശപ്പെടുന്നു. ഇവരിൽ പലരും പല കേസുകളിലും പ്രതിയായിരുന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ചന്ദനം മോഷ്ടിച്ചത് എന്നതാണ്. ഏതാണ്ട് 9ഓളം പേർ 20 ദിവസത്തോളം റിമാൻഡിലായിരുന്നു. കുറച്ചു പേർ പിന്നീട് കീഴടങ്ങുകയായിരുന്നു. ഇതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ അടുത്ത കാലത്ത് ജാമ്യം കിട്ടി. ഇതോടെയാണ് സ്ഥിതിഗതികളാകെ മാറിയത്. സാധാരണഗതിക്ക് ഇത്തരം കേസുകൾ ഉണ്ടാവുമ്പോൾ വനം വകുപ്പ് ചെയ്യുന്നത് പോലെ അവർ തോന്നിയതുപോലെ കേസുകൾ എഴുതി മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് പ്രതികളായി ചേർക്കപ്പെട്ടവരെ അതിഭീകരമായി മർദ്ദിക്കുന്നു. അവരുടെ രഹസ്യ രോമങ്ങൾ വരെ പറിച്ചെടുക്കുന്നു. അവരുടെ രഹസ്യ ഭാഗത്ത് മുളക് തേക്കുന്നു. അവരെ അതിഭയാനകമായി, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഭയാനകമായി പീഡിപ്പിക്കുന്നു. ശരത് എന്ന ഒരു പ്രതി ആ ദുരനുഭവം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. 5 ദിവസം മറയൂരിലെ നാച്ചുറൽ ഫോറസ്റ്റ് സ്റ്റേഷന്റെ സെല്ലിൽ നിന്ന് പോലും ഞങ്ങൾ പുറത്തിറക്കില്ല. സെല്ലിട്ട് തന്നെ ഈ 5 ദിവസം സെല്ല് നിറച്ച് വെള്ളം നിറച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഉടുതുണി പോലും ഇല്ലാണ്ട് ഇട്ട് ഞങ്ങൾ ഈ 5 ദിവസവും രാത്രി 12 മണി മുതൽ 5 മണി വരെ ക്രൂരമായ മർദ്ദനമായിരുന്നു. ഇത്രയും ഇടിച്ച് നമ്മളെ ഉപ്പിൽ പോലും മുട്ടുകുത്തിച്ച് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് നമ്മുടെ ഉള്ളാങ്ങര വരെ അടിച്ച് പൊളിച്ചാൽ ഇവർ കൊണ്ടുപോയി നമ്മളെ കോടതി ഹാജരാക്കിയ. എന്നാൽ നമ്മൾ ഈ സ്വകാര്യ ഭാഗത്തുള്ള രോമ വരെ ഇവർ പിടിച്ച് വലിക്കുക ചെയ്യണേ. നമ്മൾ സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി തേക്കുകയും സ്വകാര്യ ഭാഗത്തെ രോമത്തിൽ പിടിച്ച് വലിക്കുകയും വീട്ടുകാരൊക്കെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിക്കാ പറയണേ. ക്യാമറ കൂടെ പറയാൻ പറ്റില്ല അത്രയും. അതാണ് വിഷയം. അത്രയും പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമായി പോകും. ഇത്രയും ക്രൂരമായിട്ട് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിക്ക് അവർ അത്രയും പറയണേ. എന്നിട്ട് ഇവര് ആ സെല്ലിലിട്ട് അത്രയും ഇടിച്ചിട്ട് ഈ കോടതി ഉത്തരവില്ലാണ്ട് ഇവര് 30ലേറെ ഫോറസ്റ്റുകാരായിട്ട് 2 ഗൺമാനുമായിട്ട് മറയൂര് ജനിച്ചു വളർന്ന സ്ഥലത്ത് 26 കൊല്ലമായി സാറേ ജനിച്ചു വളർന്നിട്ട് മറയൂര് ആ ടൗണിൽ കൂടെ 3/4 കിലോമീറ്റർ ദൂരെ ഞങ്ങൾ ഇത്രയും ഫോറസ്റ്റുകാരും ഞങ്ങളുടെ ബാക്കിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉടുതുണി പോലും ഉടുക്കാൻ വയ്യാണ്ട് കയ്യിൽ വിലം കിട്ട് 3 വരെ നടത്തി നാണം കെടുത്തി. ഇപ്പൊ വൈഫിനെ അമ്മേനെയും വിളിച്ചോണ്ട് അമ്പലത്തിൽ പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഇപ്പോഴും പോലും ഞാൻ മറയൂർ നിൽക്കാണ്ട് എന്റെ വൈഫിന്റെ വീട്ടിൽ വന്ന് മൂന്നാറിലാണ് ഞാൻ നിൽക്കണേ. മറയൂർ നിൽക്കാനും ഇറങ്ങാനും പോലും പറ്റണില്ല.